നമസ്കാരം. ഭുവനേശ്വരി അമ്മയെ നമസ്കരിച്ചുകൊണ്ട് പ്രാചീന ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനം നമുക്ക് തുടരാം. ലോകത്തിനാദിയെ, പ്രപഞ്ചത്തിൻ സ്വരൂപമേ, കാലത്തിൻ പാതിയെ, സൃഷ്ടി സ്വരൂപമേ, എല്ലാം തന്നിലടക്കും പൂർണ്ണതയെ, ജ്ഞാനമേ, സർവജ്ഞാനമേ, സ്വരൂപമേ, സർവസ്വരൂപമേ, പാതിയെ, ശിവപാതിയെ, ശിവനിൽ പാതി സ്വരൂപമേ, അമ്മയെ, ജഗത്തിനമ്മയെ നമഃ. ശിവൻ, ന്യൂട്രൽ അഥവാ ന്യൂട്രോൺ. ദൈവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന കഥകളാണ് നമ്മുടെ മനസ്സിൽ വരികയുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ അവ അങ്ങനെയല്ല. ആദിയും അന്തവും ഇല്ലാത്ത ശിവതനിമയിൽ നിന്നും ദേവി ഉണ്ടാകുകയും ദേവിയിൽ നിന്നും സൃഷ്ടിയുടെ കണക്കുകൾക്കനുസരിച്ച് ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് ഉണ്ടാവുകയും ശിവൻ എന്നത് ശിവതനിമയുടെ ദൈവിക സ്വരൂപമാണ്. സന്തുലനം എല്ലാത്തിലും നിലനിർത്തുക എന്നതാണ് ശിവഭഗവാന്റെ ഉത്തരവാദിത്വം. കാരണം സന്തുലനമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലും സന്തുലനം ബാധകമാണ്. സംഖ്യാരേഖയിൽ മധ്യത്തിലായി 0 നിൽക്കുന്നത് പോലെ എല്ലാ ഇമോഷനുകളുടെയും മധ്യത്തിൽ ശിവഭഗവാൻ നിൽക്കുന്നു. സന്തോഷവും സങ്കടവും 2 വ്യത്യസ്ത ഇമോഷനുകളാണ്. ഇവയുടെ മധ്യത്തിൽ ഒരു നിർവികാരികത നിലനിൽക്കുന്നു. അതുപോലെ എല്ലാ ഇമോഷനുകളുടെയും സന്തുലനത്തിൽ ആക്കുവാൻ ശിവഭഗവാൻ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലും നിലനിൽക്കുന്നു. പ്രപഞ്ച സൃഷ്ടിയുടെ കണക്കുകൾ കൂടിയാണ് ശിവഭഗവാൻ. അതിനാൽ ഏത് കാര്യത്തിലാണ് സന്തുലനം നഷ്ടമാകുന്നത്, അപ്പോൾ അവയെ സന്തുലനത്തിലാക്കാൻ ഭഗവാൻ ശ്രമിക്കുന്നു. കാരണം പ്രപഞ്ചത്തിൻ്റെ സന്തുലനം തന്നിലൂടെ നിലനിർത്തുന്ന ശിവതനിമയുടെ സ്വരൂപമാണ് ശിവഭഗവാൻ. വിഷ്ണു അഥവാ ഇലക്ട്രോൺ. എല്ലാ ജീവജാലങ്ങളിലും ഒരു എനർജിയുണ്ട്. ആ എനർജിയാണ് മനുഷ്യരിലുമുള്ളത്. എനർജി എന്നാൽ മനുഷ്യൻ എന്ന കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാൻ ആവശ്യമായ കറണ്ടാണ്. എനർജി 2 തരം ജോലികൾ ചെയ്യുന്നു. എനർജി ഉള്ളവയൊക്കെ പരിണാമത്തിലൂടെ വളർത്തുന്നു. എനർജി ഇല്ലാത്തവയൊക്കെ പരിണാമത്തിലൂടെ മണ്ണാക്കി മാറ്റുന്നു. എല്ലാത്തിനെയും പരിപാലിക്കുക മാത്രമല്ല, ഈ പ്രപഞ്ചം ഇന്ന് കാണുന്നത് പോലെ ആയത് ഈ എനർജി എല്ലാ അണുവിലും നിലനിൽക്കുന്നത് കൊണ്ടാണ്. അണുവിൽ ഇലക്ട്രോണായി നിലനിൽക്കുന്നു. ഒരു അണുവിൽ പ്രോട്ടോണും ന്യൂട്രോണും പിരിയാതെ ഒന്നായി നിൽക്കുന്നു. അവയ്ക്ക് ചുറ്റും ഇലക്ട്രോൺ വലയം ചെയ്യുന്നു. അണു അഥവാ ആറ്റം കൊണ്ടാണ് നമ്മൾ കാണുന്ന എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യനും മൃഗങ്ങളും എല്ലാം ആറ്റം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളവയാണ്. മനുഷ്യൻ മറ്റു മൃഗങ്ങളെപ്പോലെയല്ല. അവന് ഓർമ്മകളുണ്ട്. ചെറുതിലെ മുതൽ അവൻ ആർജിച്ച് അറിവുകളുടെ ആകെ തുകയാണ് മനസ്സ്. മനസ്സ് എന്നത് എല്ലാവർക്കും വ്യത്യസ്തമാണ്. കാരണം ഓരോരുത്തരും ജനിക്കുന്ന സാഹചര്യം വ്യത്യസ്തമാണ്. മനസ്സുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കുന്ന കഥയാണ് ജീവിതം. അങ്ങനെ മനുഷ്യൻ സൃഷ്ടിച്ച കഥയാണ് മതം. എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഒരു എനർജിയാണ്. ആ എനർജിയാണ് നമ്മളിലുമുള്ളത്. ശരീരത്തിൽ പല വിധത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷൻസ് ശരീരത്തിൽ പല വിധത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു. ഈ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും ഒക്കെ. ഒരു മിനിറ്റിൽ ആയിരക്കണക്കിന് ഓർമ്മകൾ വരുന്നു. അതിൽ ഏതാണോ എനർജി തിരഞ്ഞെടുക്കുന്നത്, ആ ഓർമ്മകളിലൂടെ ഇമോഷൻ ഉണ്ടാകുകയും ആ ഓർമ്മകൾക്ക് പരിണാമം സംഭവിക്കുകയും അവ വീണ്ടും ബ്രെയിനിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പരിണാമം സംഭവിക്കുന്ന ഓർമ്മകൾ അവൻ്റെ സ്വഭാവമായി മാറുന്നു. ശരീരത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ് മാറി മാറി വരുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. പണ്ടുള്ള ആളുകൾ പറയും, എല്ലാ മനുഷ്യനും ഒരു ലക്ഷ്യം വേണമെന്ന്. അത് മനസ്സിനെ സന്തുലനത്തിലാക്കുവാനുള്ള ഒരു മാർഗമാണ്. ഒരു കാര്യത്തിൽ മാത്രം ചിന്തിക്കുമ്പോൾ ഒരു മിനിറ്റിൽ വരുന്ന ഓർമ്മകൾ പരിമിതപ്പെടുന്നു. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. പ്രാർത്ഥന ഒരു ചെറിയ കാര്യമല്ല. ശരീരം പ്രകൃതിയുമായി സന്തുലനത്തിലാകണമെങ്കിൽ ശാന്തമായതും ചിന്തകൾ ഇല്ലാത്തതുമായ ബ്രെയിൻ ഉണ്ടാവണം. അതിനുള്ള ഒരു എളുപ്പമാർഗമാണ് പ്രാർത്ഥന. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ദൈവത്തിൽ പ്രാർത്ഥിച്ചാലും ശരീരം ആഗ്രഹിക്കുന്നത് പീസ്ഫുൾ മൈൻഡ് തരുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ്.